ഇപ്പോഴേ കൂട്ടുകാരെ, നമ്മൾ ഈ വർഷം ആദ്യമായിട്ട് കാച്ചിൽ പറിക്കാൻ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ തവണ കാച്ചിൽ പറിക്കാനായിട്ട് നമ്മൾ തൂമ്പയും കമ്പിപ്പാരയൊക്കെ എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പറിച്ചെടുത്തത്. ഇതാണെങ്കിൽ ഒറ്റ വലിക്കിങ്ങ് പൊന്തി പോന്നു കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് മണ്ണുണ്ടായിരുന്നില്ല. മണ്ണുണ്ടായിരുന്നെങ്കിൽ ചുറ്റും കാണുന്ന ആ കാച്ചിലും കൂടെ വലിയ കാച്ചിലാകുമായിരുന്നു. കാച്ചിലൊക്കെ പറിച്ചെടുത്ത് നമ്മൾ നേരെ കൊടകിൽ ആങ്ങളക്കൊച്ചിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ തെറ്റ് റോഡിലുള്ള ഉണ്ണിയപ്പം കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം വാങ്ങുന്നുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ എടുത്തോന്ന്. തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോഴും കൊടകിൽ പോകുമ്പോഴും ഒക്കെ നമ്മളിവിടുന്ന് ഉണ്ണിയപ്പം വാങ്ങാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ചെറിയ ചേച്ചിയും മോളും കുട്ടികളും ഉണ്ട്. അപ്പം ഓരോ ഉണ്ണിയപ്പമൊക്കെ എടുത്ത് കഴിച്ച് നമ്മളങ്ങനെ പോകുന്നുണ്ട്. വഴിയിൽ മാനുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കൊടകിലെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ നാത്തൂൻ കൊച്ചിൻ്റെ ആന്തൂറിയം ചെടികൾ നിൽക്കുന്ന പല കളറിലുള്ള ആന്തൂറിയം ഇവിടെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. വേറെയും കുറേ ചെടികളുണ്ട്. മഴയങ്ങ് മാറിക്കഴിഞ്ഞാൽ നിറയെ പൂക്കളായിരിക്കും. ഇപ്പം മഴ മാറാത്തതുകൊണ്ട് പൂക്കളൊക്കെ കുറവാണ്. വീട്ടിലെത്തി പിൻഭാഗത്തേക്ക് ചെന്നപ്പം ഇവിടെ കണ്ടോ 3-4 പേര് കാത്തിരിക്കുന്ന പൊന്നും മിന്നും ഒക്കെ ഉണ്ട്. ബാക്കിയുള്ളവരുടെ പേര് ചോദിച്ചില്ല, വഴിയെ പരിചയപ്പെടാം. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം ഇലയട ഉണ്ടാക്കാനുള്ള ഇല എടുക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ നിറയെ തുമ്പികൾ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഉണ്ടോ, ഒരുപാട് തുമ്പികളുണ്ടായിരുന്നേ. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അതിലും ഭംഗിയാണ്. അകലെ അകലെ നീലാകാശം എന്ന് പറയുന്നുണ്ടോ, എന്താ കളർ നോക്ക്. ഞാനിങ്ങനെ ആകാശമൊക്കെ കണ്ട് തുമ്പികളൊക്കെ കണ്ട് വന്നപ്പോഴത്തേക്കും ചേച്ചിമാർ അടയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ എൻ്റെ മൂത്ത ചേച്ചിമാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ 4 പെങ്ങന്മാരും ആങ്ങളയുടെ കൂടെ ഉണ്ട്. അപ്പുകുട്ടനാണെങ്കിൽ പഴംപൊരി ആയിരുന്നു ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. നാത്തൂൻ കൊച്ചിന് അടയാണ് ഇഷ്ടം. പഴംപൊരി റെഡിയായി വരുന്നുണ്ട്. പിന്നെ വയനാട്ടിൽ നിന്ന് കർണാടകയിലെത്തിയ നമ്മുടെ കാച്ചിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ആവി പറക്കുന്ന കാച്ചിൽ റെഡി ആയിട്ടുണ്ട്. അടയും വെന്തിട്ടുണ്ട്. അപ്പോൾ അടയൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. പഴംപൊരി ആണെങ്കിൽ അടിപൊളിയാട്ടോ. ഇത് ചേച്ചിയുടെ സ്പെഷ്യലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ചായ കുടിക്കാം. വൈകുന്നേരം നമ്മൾ പിടിയാണ് ഉണ്ടാക്കിയത്. പിടി എൻ്റെ സ്പെഷ്യലാണ്. കൂടെ ചേച്ചിമാരൊക്കെ സഹായിച്ചു. അപ്പുക്കുട്ടനും പിടി ഉരുട്ടാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിടിക്ക് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ കറി ചേച്ചിയുടെ വകയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നേ. ഞാൻ വെക്കുന്ന പോലെ ഒന്നുമല്ല, നല്ല കളറൊക്കെ ഉണ്ട്.